ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹെയർ കെയർ ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കോമ്പിംഗ് ആണ്. ഇതുപോലെ വൈഡ് ടീത്തുള്ള കോമ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മുടി ജടയുണ്ടെങ്കിൽ ഒന്നും കൂടെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ താഴേന്ന് വേണം മുകളിലേക്ക് എപ്പോഴും കോമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് കോമ്പിംഗ് ആണ്. ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നന്നായി കോമ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. തേർഡ് ടിപ്പ് സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഹെയർ സിറം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കണം. നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മാറാനൊക്കെ അടിപൊളിയാണ്. ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. ഹെയർ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ സ്റ്റിമുലേറ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് ചെയ്യാം കേട്ടോ. റിവേഴ്സ് മസാജാണ് നമ്മുടെ അടുത്ത ടിപ്പ്. ഇതും ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മുടെ ഹെയറിലാണ് കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യുക. പക്ഷേ സ്കാൽപ്പിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൽപ്പിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.